ആരാണ് അവർ? എവിടെ നിന്നാണ് അവർ വരുന്നത്? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്നത്. പ്രത്യേകിച്ചും നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ കേന്ദ്രങ്ങളിൽ നിന്ന്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 30-ലധികം സജീവ ഭീകരരെയാണ് പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് അജ്ഞാത തോക്കുധാരികൾ കടത്തിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ വധിച്ചത്. ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രമുഖ നേതാവ് റിസ്വാൻ ഹനീഫ് തന്നെയാണ് എന്നതാണ് കാര്യങ്ങൾ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഹനീഫിന്റെ പ്രസംഗം ഒരു തീപ്പൊരി പോലെ പടരുകയാണ്. തങ്ങളുടെ ആളുകളെ ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടി പിടിക്കുന്ന ഈ ദുരൂഹ സംഘത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ഹനീഫ് തുറന്നു പറയുന്നത്. പെഷാവർ, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലും പാക് അധിനിവേശ കശ്മീരിലെ മുസഫറാബാദ്, റാവൽകോട്ട് എന്നിവിടങ്ങളിലുമെല്ലാം ലഷ്കർ ഭീകരർ നിഗൂഢമായി ഇല്ലാതാക്കപ്പെട്ടു. ഒരു ത്രില്ലർ സിനിമയിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം ദുരന്തർ മോഡൽ ഓപ്പറേഷനുകളിലൂടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ കൊലപാതകങ്ങൾക്കു പിന്നിലെന്ന് ഹനീഫ് ആരോപിക്കുന്നുണ്ട്. ഇത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കടുപ്പമേറിയ തന്ത്രങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് സമാധാനത്തോടെ ഒരു ചായ കുടിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ആരെങ്കിലും പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ഭീകര നേതാവിന്റെ വാക്കുകളാണിത്. പാക് അധിനിവേശ കശ്മീരിലെ സുരക്ഷിത താവളങ്ങളിൽ പോലും ഭീകരർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലത്രേ. എപ്പോൾ വേണമെങ്കിലും ഒരു വെടിയുണ്ട ലക്ഷ്യം തെറ്റാതെ തങ്ങളിലേക്ക് പാഞ്ഞെത്താമെന്ന ഭീതിയിലാണ് ലഷ്കർ നേതാക്കൾ. മറ്റ് മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഹനീഫ് നടത്തിയ വിദ്വേഷകരമായ പരാമർശങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയാണോ എന്നതും ചർച്ചയാകുന്നുണ്ട്. അടുത്തിടെ പാകിസ്ഥാനിലെ വിവിധ കോണുകളിൽ വെടിയേറ്റു മരിച്ച പ്രമുഖ ഭീകരരുടെ പട്ടിക പരിശോധിച്ചാൽ ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് സംഭവിച്ച നാശത്തിന്റെ ആഴം വ്യക്തമാകും. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകന്മാരിൽ ഒരാളും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയുമായിരുന്ന സാജിദ് മീർ, കറാച്ചിയിൽ വെച്ച് വെടിയേറ്റു മരിച്ച ഷാഹിദ് ലത്തീഫ് തുടങ്ങിയ പ്രമുഖർ ഈ പട്ടികയിലുണ്ട്. ഇതിനു പുറമെ കശ്മീരിൽ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്ന റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിം റാവൽകോട്ടിലെ പള്ളിയിൽ വെച്ചാണ് വെടിയേറ്റു മരിച്ചത്. ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രമുഖ റിക്രൂട്ടറും കമാൻഡറുമായിരുന്ന അക്രം ഖാൻ അഥവാ അക്രം ഖാസി പാകിസ്ഥാനിലെ ബജൌറിൽ വെച്ച് അജ്ഞാതരുടെ തോക്കിനിരയാവുകയും ചെയ്തു. മറ്റൊരു പ്രമുഖ ലഷ്കർ കമാൻഡറായ മൗലാന സിയാഉർ റഹ്മാൻ കറാച്ചിയിലെ ജൗഹർ പ്രദേശത്ത് വെച്ച് പ്രാദേശിക പാർക്കിലൂടെ നടക്കുമ്പോഴാണ് അജ്ഞാതരുടെ വെടിയേറ്റു വീണത്. പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രമുഖനായിരുന്ന ഷാഹിദ് ലത്തീഫും സിയാൻകോട്ടിലെ പള്ളിയിൽ വെച്ച് സമാനമായ രീതിയിൽ വധിക്കപ്പെടുകയായിരുന്നു.